പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. പുറകിൽ കടലിലെ ഓളങ്ങളെ കാണുന്നുണ്ട് അല്ലേ? ഇത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് രാമനാഥപുരത്തിലെ ധനുഷ്കോടി എന്നൊരു സ്ഥലം. ഇവിടെ ഈ സ്ഥലത്ത് വന്നാൽ രണ്ട് ഭാഗത്തും കടൽ, നടുവിലൊരു ചെറിയ റോഡുണ്ടാകും. നിങ്ങൾ അറ്റത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും വേറൊരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കാണാം. രണ്ട് കടലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ കടല് കണ്ടോ? ഇവിടെ കാറ്റാഞ്ഞ് വീശുന്നതുകൊണ്ട് തിരമാലകൾ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ പേടി തോന്നുന്നു, നമ്മെ പിടിച്ചു കുലുക്കുന്നു. അത്രയ്ക്ക് ഭയങ്കരമായ കാറ്റാണ്. അതിന്റെ ഫലമായി ഈ കടലിലെ തിരമാലകൾ ഉയർന്നു പൊങ്ങി വരികയാണ്. ഇത് കാണുമ്പോൾ ആരും ഈ സമയത്ത് കടലിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല. മീൻ പിടിക്കാൻ പോലും ആരും പോവില്ല. തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയപ്പെടുന്നു. വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്, യെശയ്യാവ് 59:19. ശത്രു ഒരു നദി പോലെ പാഞ്ഞു വന്നാലും യഹോവ അവനോട് പ്രതികാരവും പ്രതിക്രിയയും ചെയ്യും. ശത്രു, പിശാചെന്ന ശത്രു നദി പോലെ പാഞ്ഞു വരുമത്രേ. ഒരു നദിയിൽ വെള്ളം വരുമ്പോൾ കണ്ടിട്ടില്ലേ? അത് കരയിലുള്ള ജനങ്ങളെ എല്ലാം നശിപ്പിക്കുന്നു. കടലിൽ ഇതുപോലെ തിരകൾ ആഞ്ഞടിച്ച് വെള്ളം കരയിലേക്ക് ഉയർന്നു വരുമ്പോൾ ആ നാടിനെ മുഴുവനും അത് ഇല്ലാതാക്കുന്നു. ഈ ധനുഷ്കോടി ഒരു കാലത്ത് 40 വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു വലിയ പട്ടണമായിരുന്നു. ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നു, ആശുപത്രി ഉണ്ടായിരുന്നു, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. വലിയൊരു പട്ടണം, അനേകായിരം ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇന്നൊന്നുമില്ല, എല്ലാം ശൂന്യമായി കിടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 1964 ഒരു വലിയ കൊടുങ്കാറ്റടിച്ചതുകൊണ്ട് കടൽ ഈ പട്ടണത്തിലേക്ക് നദി പോലെ പാഞ്ഞു വന്ന് കടലിലെ തിരകൾ ആഞ്ഞടിച്ച് ഈ സ്ഥലം മുഴുവനും നശിപ്പിച്ചിട്ട് പോയി. ഇതൊരു വലിയ നാശമുണ്ടാക്കി. സാത്താൻ, പിശാചെന്ന സാത്താനും നദി പോലെ നമ്മെ നശിപ്പിക്കാനായി ഒഴുകി വരുന്നു. നിങ്ങൾ വസിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും ശത്രുവാകുന്ന പിശാച് ഒരു നദി പോലെ പാഞ്ഞു വന്ന് നമ്മെ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്നു. അതുപോലെയുള്ളൊരു പരിതസ്ഥിതിയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? നിങ്ങൾ ഭയപ്പെടേണ്ട. യഹോവയുടെ പരിശുദ്ധാത്മാവ് അവനെതിരായി പ്രവർത്തിക്കും. യഹോവ എതിരായി നിന്നാൽ പിശാചിന് അടങ്ങിയല്ലേ പറ്റൂ. അവന് മുടക്കം സംഭവിച്ചല്ലേ തീരൂ. നിങ്ങളെ തൊടാനാവില്ല, പരിക്കേൽപ്പിക്കാനാവില്ല. നദി പോലെ വരും, പക്ഷേ നിങ്ങളെ തൊടാൻ സാധിക്കില്ല. നിങ്ങളെ നശിപ്പിക്കാനാവില്ല. യഹോവയുടെ പരിശുദ്ധാത്മാവ് അവനെതിരായി നിവർന്നു നിൽക്കും. എന്റെ മക്കളെ തൊടരുത്. ഇതെന്റെ കുടുംബമാണ്, അടുത്തേക്ക് വരരുത്. ഇവരെന്നോട് പ്രിയമുള്ള ജനങ്ങളാണ് എന്ന് യഹോവ അവനെ ചെറുത്തുനിന്ന് തിരിച്ചയക്കും. എന്തുകൊണ്ടാണെന്നോ? യേശു കുരിശിൽ തൂങ്ങി സാത്താനെ ജയിച്ചിരിക്കുന്നു. പിശാചിനെ കാലുകൊണ്ട് ചവിട്ടി അരച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് സാത്താന്റെ ക്രിയകളെ തോൽപ്പിച്ച് കളയും. ഇന്ന് നദി പോലെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് തന്നെ ഇല്ലാതാവും. അത് കാണാതെയാവും, എവിടെയെന്നറിയാതെ പോകും. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നു. ദുഷ്ടനായ സാത്താൻ എതിരായി വിശ്വസിക്കൂ. ദുഷ്ടനായ സാത്താനെ, ഈ മകനും ഈ മകൾക്കും എതിരായി, ഈ കുടുംബത്തിനെതിരായി ഒരു നദി പോലെ പാഞ്ഞു വരുന്ന ശത്രുവിന്റെ സകല ക്രിയകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തടസ്സപ്പെട്ടു പോകട്ടെ. പരിശുദ്ധാത്മാവ് എതിർത്ത് നിൽക്കുമാറാകട്ടെ. ഇന്ന് തന്നെ ഒരു മാറ്റമുണ്ടാകും. ശത്രുവിന്റെ ക്രിയകളെ നശിപ്പിച്ച് പിശാചിന്റെ ക്രിയകൾ ഇല്ലാതാകുമാറാകട്ടെ. അങ്ങയുടെ മക്കൾ വിജയിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ